സാർ നമസ്കാരം. നമസ്കാരം. അധികാരത്തിലിരുന്ന പിണറായി വിജയനെ എല്ലാവർക്കും ഭയമായിരുന്നു എന്നാണ് സമീപകാല CPM-നകത്ത് നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പോളിറ്റ് ബ്യൂറോവിലും പാർട്ടിയുടെ കേന്ദ്ര സമിതിയിലും സംസ്ഥാന സമിതിയിലുമെല്ലാം പിടിമുറുക്കി ഭരണം കയ്യിലൊതുക്കിക്കൊണ്ട് ഏതാണ്ട് 10-26 വർഷം CPM-ൽ അപ്രമാദിത്വത്തോടുകൂടി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഏകഛത്രാധിപതിയായി പിണറായി വിജയൻ ഇപ്പോൾ വീണിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം തൻ്റെ വോട്ടോടുകൂടി അല്ലെങ്കിൽ തൻ്റെ വോട്ട് കൂടി ഇട്ടിട്ടാണ് ആ സ്ഥാനം പിണറായി വിജയൻ വാങ്ങിയത് അല്ലെങ്കിൽ ആ കസേരയിൽ കയറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. ഇവിടെ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ കൊടുത്ത ലവി കൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിന് കഞ്ഞി കുടിക്കാൻ സാധിച്ചിരുന്നത്. അധികാരത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അവിടെ നിന്നും ആ സംസ്ഥാനങ്ങളിൽ നിന്നും കൊടുക്കുന്ന ലവി കൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കഞ്ഞി കുടിച്ചു പോകുന്നത് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന ആളുകൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ നെറുകേടുകളോട് പ്രതികരിക്കാൻ സാധിക്കാതെ അവരുടെ കഞ്ഞുകുടി മുട്ടാതിരിക്കാൻ വേണ്ടി പിണറായി വിജയന് ഒത്താശ ചെയ്ത് ഓശാന പാടി നിന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തന്നെയായിരുന്നു കേരളത്തിലെ പിണറായി വിജയന് കീഴിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും അവസ്ഥ. അധികാരത്തെ ഭയക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുണ്ടാകില്ല എന്നുള്ളൊരു അനുഭവം TP ചന്ദ്രശേഖരൻ്റെ പോലും അനുഭവം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അധികാരത്തിലിരുന്ന പിണറായി വിജയനെ എല്ലാവർക്കും ഭയമായിരുന്നു. പിണറായി വിജയൻ്റെ അധികാരം നഷ്ടമായപ്പോൾ എല്ലാവരും ഇടിവെട്ടുമ്പോൾ ഞാഞ്ഞൂളിന് പത്തിവയ്ക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സർവരും പിണറായി വിജയനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. അതിന് ഒരു വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊരു വിഷയം എടുത്തിട്ടു എന്ന് മാത്രം. ഓണം വരാൻ ഒരു മൂലം എന്ന് പഴയ കാരണന്മാർ പറയുന്നത് പോലെ ആയിപ്പോയി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് EP ജയരാജനാണ് പിണറായി വിജയനെ ആദ്യം തകർത്തെറിഞ്ഞത്. വെറുതെ രാജ്യത്തിൻ്റെ ഒരു വികസന പദ്ധതിയെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൃത്യമായ തെളിവുകൾ പറയണം. ഞാൻ എന്തായാലും ഇത്തരം ആരോപണങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ മുൻപ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവരത് മാത്രമേ പറയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ശൈലജ ടീച്ചർ, EP ജയരാജൻ, PK ശ്രീമതി അടക്കമുള്ള ആളുകൾ പിണറായി വിജയനെ തള്ളിപ്പറയുന്നു. അതായത് അധികാരമില്ലാത്ത പിണറായി വിജയനെ ആർക്കും ഇനി ഭയമില്ല. മാത്രമല്ല MP ഗോവിന്ദനെതിരെയും ഇവർ ആഞ്ഞടിക്കുമ്പോൾ CPM ഒന്ന് പിളരാൻ പോലുമുള്ള ശക്തിയില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. MP ഗോവിന്ദനെ വച്ചുകൊണ്ടിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയും അടക്കമുള്ള വലുതും ചെറുതുമായ നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു. CPM ഒരു പിളർപ്പിലേക്കാണോ എന്ന തരത്തിലുള്ള ചിന്തകൾ വരുന്നു. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ചരിത്രത്തിൽ CPM എന്നുള്ള ഒരു പ്രസ്ഥാനം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള മാത്രം രേഖപ്പെടുത്തപ്പെടേക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പാർട്ടി പോകുന്നത്. അവശേഷിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തമ്മിൽ തല്ലുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്ക് അധികാരവും അതേപോലെ പണവും ഉള്ളപ്പോഴാണ് അവരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അധികാരവും പണവും ഉള്ള കൈവശമുള്ളപ്പോഴാണ് പിണറായി വിജയനെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. അധികാരം നഷ്ടപ്പെട്ട് അതേപോലെ അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ എൻഫോഴ്സ്മെൻ്റ് അടക്കമുള്ള ഏജൻസികൾ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന് എന്തായാലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ പിണറായി വിജയന് സ്തുതി പാടിയവരെല്ലാവരും അവർക്ക് അറിയാമായിരുന്നു പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, തട്ടിപ്പാണ് നടക്കുന്നതെന്നെല്ലാം അറിയാം. എന്നിട്ടും സ്തുതി പാടിയ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ ഇന്ന് മനസ്സിലാക്കി പിണറായി വിജയന് സ്തുതി പാടിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. സ്തുതി പാടിക്കഴിഞ്ഞാൽ പിണറായി നന്നാവുമ്പോൾ അവരും നന്നാവില്ല, പാർട്ടിയും നന്നാവില്ല. പകരം പിണറായി എന്തായാലും അധികാരത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് തങ്ങൾക്ക് ഇനി വേറെ പിണറായിൻ്റെ ഭാഗത്തുനിന്നും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിണറായി തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകളെയും മകനെയും ഭാര്യനെയൊക്കെ അങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടക്കുന്നത്. പാർട്ടിയെ നോക്കല്ല, ജനങ്ങളെ നോക്കല്ല, നേതാക്കന്മാരെ നോക്കല്ല. ഈ സന്ദർഭത്തിൽ പിണറായി വിജയനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നുള്ളതായിരുന്നു കാത്തിരുന്നത്. അപ്പോൾ ഒരാൾ തുടങ്ങി വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും കൂടി ചേർന്നു എന്നുള്ളതാണ് സത്യം. ഇത് കുറേ ദിവസമായി പല നേതാക്കന്മാരും കാത്തിരിക്കുകയാണ്.
അപ്പോൾ ആ കാത്തിരുന്നതിന് ബലം കിട്ടിയത് എവിടെ നിന്നാണ്? MA ബേബി പറഞ്ഞു, നിങ്ങൾ തുറന്ന് പറയണം, നിങ്ങൾക്ക് ഏത് കമ്മിറ്റിയിലും, അതായത് പാർട്ടിയുടെ ഏത് ഫോറത്തിലും നിങ്ങൾക്ക് തുറന്ന് പറയാം. ആ തുറന്ന് പറയാമെന്ന് പറയുന്ന ഒരു സംഭവത്തിന് തിരികൊളുത്തിയതോടുകൂടി പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലടക്കം പങ്കെടുത്ത ആളുകൾ പിണറായി വിജയനെ കുറിച്ച് പച്ചത്തെറി പറയാൻ തുടങ്ങി. പിണറായി വിജയനാണ് പാർട്ടിയെ നശിപ്പിച്ചത്, പിണറായി വിജയൻ്റെ രീതികളാണ് നശിപ്പിച്ചത്, പിണറായി വിജയൻ്റെ അഴിമതിയാണ് തട്ടിപ്പ് കാരണമായത്, അങ്ങനെ തുടങ്ങി പിണറായി വിജയനെക്കുറിച്ച് കൃത്യമായി വിളിച്ചു പറഞ്ഞതോടെ അവിടെയുള്ള നേതാക്കന്മാർക്കും MLA മാർക്കും ഒക്കെ തന്നെ ഒരു അക്ഷരം പോലും എതിർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു. മിണ്ടിക്കഴിഞ്ഞാൽ, പിണറായി വിജയനെ പറ്റി മിണ്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ കൂടി അവിടുത്തെ പാർട്ടിക്കാർ കൂടി തല്ലുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോഴാണ് പല നേതാക്കന്മാരും വാ തുറന്നത്. ഒരാൾ തുറന്നപ്പോഴേക്ക് എല്ലാവരും കൂടി ചേർന്ന് തുറന്നു എന്നുള്ളതാണ് സത്യം. EP ജയരാജൻ ഇന്നലെ പൊട്ടിച്ചിരിക്കുന്ന വെടി ചെറുതൊന്നുമല്ല, അത് വലിയ സ്ഫോടനം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത്. ഉടനെ തന്നെ ശൈലജ ടീച്ചർ അത് ഏറ്റെടുത്തു. അതിന് പിന്നാലെ തന്നെ നമ്മുടെ ശ്രീമതി ഏറ്റെടുത്തു. ഇതൊരു ചങ്ങലയായിട്ട് വരികയാണ്. ഇത് കത്തിപ്പടരുകയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഉള്ളിലേക്ക്. നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. MV ജയരാജൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞത് ആ ഒരു വർഗവഞ്ചകരാണെന്നാണ്. എന്നാൽ ഇപ്പോൾ അണികൾ തന്നെ വിളിച്ചു പറയുകയാണ് പിണറായി വിജയനാണ് വർഗവഞ്ചകൻ, MV ഗോവിന്ദനാണ് വർഗവഞ്ചകൻ, അല്ലാതെ ഈ പറയുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ ഇന്നലത്തെ EP ജയരാജൻ്റെ തിരിച്ചടി ചെറിയ തിരിച്ചടിയൊന്നുമല്ല, അത് വലിയൊരു ബോംബ് സ്ഫോടനം മാതിരി പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ ശൈലജ ടീച്ചറും അതേപോലെ ശ്രീമതി ടീച്ചറും എല്ലാം തുടങ്ങി വെച്ചത് ഒരു യുദ്ധമാണ്. അതോടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലായി, ഇനി പിണറായി വിജയൻ ആർക്കും വിലയില്ല. ഒരു വേസ്റ്റ് ഓട്ടയിലിടുന്ന ഒരു ചവറ് മാതിരിയുള്ള സാധനമായി പിണറായി വിജയൻ മാറി. ഇനി അദ്ദേഹത്തെ തലയിൽ പൊക്കി വെച്ചിട്ട് കാര്യമില്ല എന്ന് മുൻകൂട്ടി കണ്ട ഇവർ തുടങ്ങി വെച്ചു കേരളത്തിലെ എല്ലാ പാർട്ടി അണികളിലേക്കും മെമ്പർമാരിലേക്കും മറ്റു നേതാക്കന്മാർക്കും പകർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സാർ, ഇവിടെ മറ്റു ഗുരുതരമായൊരു കാര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹൃദയവും തലച്ചോറും എല്ലാം കണ്ണൂർ തന്നെയാണ്. അപ്പോൾ കണ്ണൂരിലുള്ള പാർട്ടിയുടെ ഈ ആന്തരിക ശരീരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ണൂർ പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പാർട്ടി മെമ്പർ പുറത്തു വന്ന് ആ മെമ്പർക്കെതിരെ മത്സരിക്കുകയും അവിടെ വിജയം കൈവരിക്കുകയും ചെയ്തത് ഒരു 10 കൊല്ലത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അറിയാമല്ലോ, TP ചന്ദ്രശേഖരൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് നമ്മൾ നടക്കുന്ന ഓർമ്മ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ ഒരു നിരീക്ഷണം ഈ CPM-നകത്ത് തന്നെ നടന്നിരിക്കുന്നത്. കാരണം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ മൂലധന ശക്തികളെയും അധോലോക ശക്തികളെയും കൂട്ടുപിടിച്ചു. കാരണം അധികാരം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തനിക്കെതിരെ തിരിയുന്ന ആളുകളെ അടിച്ചമർത്തണമെന്നുണ്ടെങ്കിൽ അധോലോക ശക്തികൾ, മാഫിയ ശക്തികളുടെ ആവശ്യം വരും. ഈ മാഫിയ ശക്തികളെ കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ മൂലധന ശക്തികളെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതായി വരും. ഇത് തന്നെയാണ് പിണറായി വിജയനെ കുറിച്ച് പല നേതാക്കന്മാരും പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരന് നിരക്കാത്ത ജീവിതചര്യയും ജീവിത ശൈലിയും തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെയും പിണറായി വിജയനെയും അകറ്റിയത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഈ ശൈലിയാണ് പാർട്ടിയെ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രതികരണം കണ്ണൂരിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെയാണ് പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഈ ആദ്യം MP ജയരാജൻ പറഞ്ഞു, പിന്നെ EP ജയരാജൻ പറഞ്ഞു, താരതമ്യേന സൗമ്യശീലയാണ് എന്ന് പറയപ്പെടുന്ന KK ശൈലജ അതിനുശേഷം പറഞ്ഞു, പിന്നെ PK ശ്രീമതി പറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി എല്ലാവരും പിണറായി വിജയനെ കീറിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയോ CPM-ന്റെ വേസ്റ്റോ ആയി മാറിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് പൊതുജനം നോക്കിക്കാണുന്നത്. അതായത് പിണറായി വിജയനെ ഒരു വിഴുപ്പ് ഭാണ്ഡം ചുമന്നു പോവാൻ ആരുമില്ല ഇപ്പം. കാരണം കെട്ടുനാറി പൊഴുത്തിരിക്കുന്ന ഒരു വിഴുപ്പ് ഭാണ്ഡത്തെ ആരെങ്കിലും ചുമക്കാൻ പോകുമോ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഈ വിഴുപ്പ് ഭാണ്ഡത്തെ ചുമന്നാൽ ആ ചുമക്കുന്നവനും നാറും. ആ അവസ്ഥയിലാണ് പിണറായി വിജയൻ്റെ സ്ഥിതി. കട്ടുമുടിച്ചും തട്ടിപ്പ് നടത്തിയും കള്ളം പറഞ്ഞും കൂടെയുള്ളവരെ വെട്ടിമാറ്റിയും തനിക്ക്
ആരെങ്കിലും തനിക്ക് തന്നെ മറികടക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ വെട്ടിമാറ്റിയിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയത്. ആ വെട്ടിമാറ്റിയവരെല്ലാവർക്കും ഊർജം കിട്ടിയിരിക്കുന്നു, അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, പിണറായി വിജയൻ വീണിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുകയാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒരു കുട്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വില പോലും അദ്ദേഹത്തെ കൽപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ കണ്ടാൽ പത്രക്കാർ പോലും മാറി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. മറ്റൊരു ഇടപെടണമെന്ന് കരുതരുത്, വളരെ പ്രസക്തമായ ഒരു ചോദ്യം മറന്നുപോയില്ല എന്ന രീതി സാറാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ എത്തിക്സ്, ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇപ്പോൾ CPM-ൻ്റെ അകത്തുണ്ടോ? ഗുഡ് വിൽ അംബാസഡേഴ്സ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ CPM-നകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പൊതുവേദിയിൽ നിന്ന് ഉയരുന്നുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഒരു തിരുത്തൽ വരികയാണെങ്കിൽ മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് LDF പറയുമ്പോൾ ഇതിനകത്ത് ഇനി ആരാണ് മാറിക്കഴിഞ്ഞാൽ പകരം വരാനുള്ളത്? അങ്ങനെ ഒരു ഗുഡ് വിൽ അംബാസഡേഴ്സായി ഒരു രണ്ടാം നിര നേതാക്കളായിട്ട് ആരെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ഒരു CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ആരെ ഉയർത്തി കാണിക്കാൻ സാധിക്കും? ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വത്തിലേക്ക് ആരെ ഉയർത്തി കാണിക്കാൻ സാധിക്കും എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയല്ലേ? അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പിണറായി വിജയൻ ചെയ്തത് എന്താ? 2021 ഇലക്ഷൻ അദ്ദേഹം ചെയ്തത് അതിൽ പ്രമുഖരായ നേതാക്കന്മാരെ വെട്ടിമാറ്റി എന്നുള്ളതാണ്. ഇലക്ഷൻ മത്സരിപ്പിക്കാൻ അവസരം കൊടുത്തില്ല, അതേപോലെ അവർക്ക് ആ കൃത്യമായ സ്ഥാനം കൊടുത്തില്ല, അവരെയെല്ലാം മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ പാർട്ടിയിലെ താൻ പറയുന്ന പ്രകാരം ചലിക്കുന്ന നേതാക്കന്മാർ മാത്രമാണ് പിണറായി വിജയൻ്റെ കൂടെയുള്ളത്. ഇപ്പോൾ തന്നെ നിയമസഭയിൽ ആരുണ്ട്? നിയമസഭയിൽ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർ? ആപ്പാടെ സംസാരിക്കുന്നത് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലാണ്. ബാലഗോപാൽ തന്നെ കണ്ടില്ലേ പിണറായി വിജയൻ്റെ നിശബ്ദത കണ്ട് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും വാ തുറന്നൂടെ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് കണ്ടില്ലേ? അത്രയ്ക്കും അധോഗതിയിലാണ് ആ പാർട്ടി. ഈ പാർട്ടിയെ ശക്തമായി നയിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നു. ആ എത്തിച്ചിരിക്കുന്ന പാർട്ടിയെ രണ്ടാമത് കയറ്റണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് ഉണ്ടാവണം, അല്ലെ ശക്തമായ നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വം ഇല്ല എന്നുള്ള ആൾക്ക് വെട്ടിമാറ്റി ഇപ്പോൾ അതിന് ശക്തിയില്ലാത്ത ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. മാത്രമല്ല ഈ പാർട്ടിയെ തന്നെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാരില്ലാത്ത അവസ്ഥയും വന്നിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് പാർട്ടിയിലെ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പിണറായി വിജയൻ വെട്ടിമാറ്റിയ നേതാക്കന്മാർ ഇതിൻ്റെ വളരെ പാർട്ടി നശിക്കാൻ പോവുകയാണ്, ഇതിനെ ഇപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ ശബ്ദിച്ചില്ലെങ്കിൽ ഇനി ആ പാർട്ടിയെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് കയറി വന്ന് ശബ്ദിക്കാൻ തുടങ്ങിയത്. സാറ്, ഔപചാരികമായി സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും CPM അക്ഷരാർത്ഥത്തിൽ പിളർന്നൊരവസ്ഥയിൽ തന്നെയല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? അല്ല, പിളരുക എന്നുള്ളതിന് പകരം അതിൻ്റെ ഒരു അവസ്ഥ വരാൻ പോകുന്നത് ജനങ്ങളും അതിനുള്ള അണികളും അതേപോലെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ഒരു ഭാഗത്തും മറുഭാഗത്ത് പിണറായി വിജയനും എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഒരു ഭാഗത്ത് പിണറായി വിജയൻ എല്ലാം കൊണ്ട് തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. അവർക്ക് നിരന്തരമായി കേസുകളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ആ ഒരു ഭാഗം. രണ്ടാം ഭാഗം അവർക്ക് ഇപ്പോൾ അവർ സംഘടിതമാണെങ്കിലും അവർക്ക് പിന്നിൽ സാമ്പത്തിക സ്രോതസ്സില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ്റെ കൈവശമാണ് സാമ്പത്തിക സ്രോതസ്സെല്ലാം. സാമ്പത്തിക സ്രോതസ്സില്ലാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം പാർട്ടിക്കുള്ളിൽ നടക്കും. അത് അവസാനം എന്തായിത്തീരും? തെരുവിൽ തല്ലുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ പോകും. ഈ പാർട്ടി പൂർണ്ണമായിട്ട് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്.